guten Tag. In this video, we will see how can we easily crack the B2 Goethe exam. Almost all German students struggle in the exam B2 Goethe Sprechen Exam. So, we are going to look through what are the common mistakes we do when we prepare for the exam and the tips and tricks and also the key point for the success. First of all, grammatics we mistakes common. ഏറ്റവും കൂടുതൽ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്സ് ആണ് സെന്റൻസ് സ്ട്രക്ചർ തെറ്റിക്കുക അല്ലെങ്കിൽ വെർബിന്റെ പൊസിഷൻ മാറ്റിയിടുക എന്നുള്ളത്. ജർമ്മനിൽ ഒരു സെന്റൻസ് മേക്ക് ചെയ്യുമ്പോൾ നോർമലി ഉള്ള സ്ട്രക്ചർ സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് ഒബ്ജക്റ്റ് എന്നുള്ളതാണ്. പക്ഷേ കണക്ടേഴ്സ് വരുമ്പോൾ അതൊന്ന് ചേഞ്ച് ആവാറുണ്ട്. കണക്ടേഴ്സ് ലൈക്ക് വൈൽ, വെൻ, ഡസ്, ഇൻ, ഡേം എന്നുള്ള കണക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ വെർബിന്റെ പൊസിഷൻ ഇന്ത്യയിലേക്ക് ആക്കാറുണ്ട്. ആൻഡ് ഓൾസോ അഡിറ്റീവ് കണക്ടേഴ്സ്, ആഡ്വർബൽ കണക്ടേഴ്സ്, അതേപോലെ തന്നെ ട്രോഡ്സ് സെയിം ഈ കണക്ടേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ വെർബിന്റെ പൊസിഷൻ സെക്കൻഡിലേക്കാണ് വെക്കാറ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൊഹറൻസിനെ പറ്റിയാണ്. ഒരുപാട് സ്റ്റുഡൻസിനുള്ള പ്രശ്നമാണ് കൊഹറൻസ് ഇല്ലാതിരിക്കുക അല്ലെങ്കിൽ തേമയിൽ നിന്ന് വിട്ടുപോവുക എന്നുള്ളത്. എപ്പോഴും നമ്മളൊരു തേമ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന ഐഡിയ അല്ലെങ്കിൽ നമ്മൾ കൺവേ ചെയ്യാൻ പോകുന്ന കാര്യം ആ തേമയായിട്ട് കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. സ്പ്രെഹൻ എക്സാമിൽ നമുക്ക് മാർക്ക് കൂട്ടാൻ പറ്റിയ ഒരുപാട് കൊണക്ടേഴ്സ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൊണക്ടേഴ്സ് ആണ് സ്വൈറ്റ് അല്ലെങ്കിൽ കൊണക്ടോറൻ. കൊണക്ടേഴ്സ് അല്ലാതെ തന്നെ നമ്മുടെ സ്പ്രെഹനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഗ്രാമാറ്റിക് പോർഷൻസ് ആണ് പാസീവ് വോയിസ്, റിലേറ്റീവ് സൈഡ്സ്, റിഫ്ലെക്സീവ് വെർബൻ, ഗനറ്റീവ് എന്നുള്ള ഗ്രാമേഴ്സ് ഒക്കെ. ഈ ഗ്രാമേഴ്സ് നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്പ്രെഹൻ ഒന്നുകൂടെ അഡ്വാൻസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ആണ് സ്പീക്കിംഗ് ഫ്ലുവൻസി ആൻഡ് കണ്ടിന്യൂറ്റി. സ്പീക്കിംഗ് ഫ്ലുവൻസി ആൻഡ് കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഗ്രാമാറ്റിക് പോർഷൻസ് ആണ് അഡിറ്റീവ് കണക്ടേഴ്സ്, സുസൈറ്റ്ലിഷ്, ഔസർദേം, എബൻ ഫോൾസ്, ദാറിബ ഹിനൗസ്. ഈ ഗ്രാമാറ്റിക് പോർഷൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വെർബ് പൊസിഷൻ. വെർബ് പൊസിഷൻ എപ്പോഴും സെക്കൻഡ് ആയിരിക്കണം. നെക്സ്റ്റ് വൺ ഈസ് യൂസേജ് ഓഫ് മൊഡാൽ വെർബ് ഓൾട്ടർനേറ്റീവ്സ്. നമ്മൾ കോമൺലി യൂസ് ചെയ്യാറുള്ള ക്യൊന്നൻ, മ്യോഷ്ടൻ, മ്യോഗൻ, വൊള്ളൻ, സൊള്ളൻ ഈ മൊഡാൽ വെർബ്സ് ഒക്കെ റീപ്ലേസ് ചെയ്തിട്ട് ഓൾട്ടർനേറ്റീവ്സ് ആയ എസിസ്റ്റ് മ്യോഗ്ലിഷ്, എസിസ്റ്റ് ഫേഹിഷ്, എസിസ്റ്റ് മഹ്ബാർ അല്ലെങ്കിൽ വിയർ സിന്തിന്ദർ ലാഗെ ഈ ഓൾട്ടർനേറ്റീവ്സ് ഒക്കെ യൂസ് ചെയ്യുക. ഈ ഓൾട്ടർനേറ്റീവ് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ സെൻറ്റൻസ് കുറച്ചുകൂടി എലാബറേറ്റ് ചെയ്ത് പറയാൻ സാധിക്കും. സ്പ്രെഹനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസസ് ഉണ്ട്. ലൈക്ക് ഹോയ്റ്റെ മ്യോഷെ ഷൂബർദസ് തേമ, മൈൻ തേമ ഈസ്റ്റ് അല്ലെങ്കിൽ ഹോയ്റ്റെ ബെഫാസെ ഷ്മിഷ് മിഡ്ഡെയിം തേമ. ഈ ഫ്രേസസ് ഒക്കെ നമ്മളുടെ പ്രസൻറ്റേഷൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾസോ മൈനർ മൈനുങ് നാഹ് അല്ലെങ്കിൽ ഇഷ് ദങ്കെദസ് ഈ ഫ്രേസസ് ഒക്കെ നമുക്ക് നമ്മളുടെ മൈനുങ്ങിൽ ആഡ് ചെയ്യാവുന്നതാണ്. ഒരു കാര്യം എഗ്രി ചെയ്യാനോ ഡിസഗ്രി ചെയ്യാനോ നമുക്ക് ഈ ഫ്രേസസ് യൂസ് ചെയ്യാം. ദസ് ഫിൻഡേഷ് ഔഹ് അല്ലെങ്കിൽ ദാ ബിന്നിഷ് അന്തേരർ മൈനുങ് അല്ലെങ്കിൽ ഐനർ സൈഡ്സ് അന്തേരർ സൈഡ്സ് ഈ ഫ്രേസസ് ഒക്കെ നമുക്കൊരു കാര്യം എഗ്രി ചെയ്യാനോ ഡിസഗ്രി ചെയ്യാനോ യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ പാർട്ട്ണറായിട്ടൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം: വാസ് മൈൻസ് ടു ഡു, ഇഷ് ലാഗെ ഫോർ ദസ് അല്ലെങ്കിൽ വിയർ സോളൻ ഫിലൈസ്റ്റ്. ഈ ഫ്രേസസ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് നമ്മുടെ പാർട്ട്ണറോട് നമ്മുടെ സൊല്യൂഷൻ ചോദിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ കോമൺലി വരുത്തുന്ന മിസ്റ്റേക്സും മെയിനായിട്ട് നോക്കേണ്ട ഗ്രാമാറ്റിക് പോർഷൻസും. ഇനി നമുക്ക് കുറച്ച് ടിപ്സ് നോക്കാം. സ്വയം ലേൺ ചെയ്ത് നോക്കുക. 2-3 പ്രസൻറ്റേഷൻസ് ഉണ്ടാക്കി നോക്കി ഫ്രണ്ടുമായിട്ടോ അല്ലെങ്കിൽ സ്വയം റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കുക. സ്പോണ്ടൈനിറ്റി ട്രെയിൻ ചെയ്ത് നോക്കുക. ഒരുപാട് കൂടുതലോ കുറവോ പറയാതിരിക്കുക. കറക്റ്റ് ടൈം മാനേജ്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രദ്ധിക്കുക. എപ്പോഴും പൊളൈറ്റായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ടീം വർക്കാണ് എക്സാമിനേഴ്സിനെ കാണേണ്ടത്, ഗ്രാമാറ്റിക്കോ വൊക്കാബോ അല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് B2 Goethe Sprechen എക്സാമിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കും. Hope this video is helpful. Tschüss.